നമസ്കാരം. നമ്മുടെ സൗദി അറേബ്യയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും നിർബന്ധമായുള്ള സംഭവമാണ് VFS എന്ന് പറയുന്നത്. VFS മീൻസ് ബയോമെട്രിക് എന്ന് പറയും. ബയോമെട്രിക് ഫിംഗർ വെക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല. വിസ സ്റ്റാമ്പിങ് ചെയ്യാത്ത സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. പല സ്ഥലങ്ങളുണ്ട്. നമ്മുടെ കോഴിക്കോടാണെങ്കിൽ സരോവരം, അതുപോലെ തന്നെ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത്, ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മഞ്ചേരി ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ വരുന്നുള്ള വർക്കിംഗ് ഓപ്പൺ ആവുന്നുള്ളൂ. അപ്പം ഈ ഒരു VFS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും സംശയം ചോദിച്ചിട്ട് വിളിക്കുന്ന സംഭവമാണ്. നമ്മുടെ കാൻഡിഡേറ്റ് ആണെങ്കിലും അല്ലാതെ കാൻഡിഡേറ്റ് ആണെങ്കിലും സംശയം ചോദിച്ചിട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ നമ്മൾ പോകുമ്പോൾ കീപ്പ് ചെയ്യണം എന്നുള്ള ചോദിച്ചിട്ട് ഒരുപാട് ഡൗട്ട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു VFSന് പോകുന്ന ടൈമിൽ മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ടതൊന്ന് നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട്, അപ്പോൾ അതിന് പഴയ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മൊഫ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മൊഫ പേജിൻ്റെ കോപ്പി, അതുപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട് കൈ പിടിക്കുക. അതുപോലെ തന്നെ VFSൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ പേപ്പർ പല രീതിയിലുണ്ട്. അത് രണ്ട് ടൈപ്പ് അപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. ഏതെങ്കിലും ഒന്ന് കൈ പിടിച്ചാലും മതി, അല്ലെങ്കിൽ രണ്ടുണ്ടെങ്കിൽ രണ്ടും കൈ പിടിക്കാം. ഈ VFSൻ്റെ ഇതിൽ മൊഫയുടെ അപ്ഡേറ്റ് ചെയ്യുന്ന പേജ് നിങ്ങൾ കൊണ്ടുപോകാൻ പ്രത്യേകം സൂക്ഷിക്കുക. ഹൗസ് ഡ്രൈവർ അല്ലാത്ത കാറ്റഗറി വർക്കാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഫുൾ പേപ്പർ മീൻസ് ഫുള്ളായിട്ടുള്ള ഏകദേശം 10-11 റൂൾസ് അതിൻ്റെ ഇടയിലുണ്ടാവും. അതിൻ്റെ പുറമെ താഴത്ത് നമുക്ക് സൈൻ ചെയ്യാനും നെയിം ചെയ്താനുള്ള ഓപ്ഷൻ വരെ ഉണ്ട് എന്നുള്ളത് മസ്റ്റായിട്ട് നോക്കണം. കാരണം ഒരുപാട് പേര് പോയിട്ട് ഈ ഒരു പേപ്പർ ഇല്ലാത്ത കാരണം മടങ്ങി വരുന്ന സിറ്റുവേഷൻസ് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് എന്ത് വേണ്ടത്, ഒരു VFSന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ VFSൻ്റെ ഉള്ളിൽ നമുക്കൊരു പേയ്മെൻ്റ് ഉണ്ട്. ആദ്യം 480 ആയിരുന്നു, പിന്നെ GST കൂടി 490 ഇപ്പോൾ ഏകദേശം 501 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എമൗണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാഷായിട്ട് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് കൈ പിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, വേറൊരു മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിംഗ് ആണ്. ഒരു VFSൻ്റെ സമയം അതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ടാവും. 12 മണിക്ക് അപ്പോയിൻമെൻറ്റ്, 12 മണിക്കാണ് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ടൈമിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 11:45 അവിടെ ഹാജരായിരിക്കണം. കാരണം 11:45 അതിൻ്റെ ഉള്ളിൽ കയറിയെങ്കിൽ നമുക്ക് 12 മണിക്കുള്ള ഇതിൽ സീറ്റിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലാതെ പക്ഷേ നമ്മൾ 12 മണിക്ക് പോയി കഴിഞ്ഞാൽ അത് 12:30 അല്ലെങ്കിൽ 12:15 ലിസ്റ്റായി പോകുന്നതല്ല, ജസ്റ്റ് 5 മിനിറ്റ് കഴിക്കാൻ പോലും നമുക്കവിടെ ഫൈന് കിട്ടുന്നൊരു പ്രശ്നം ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലൊക്കേഷൻ ചെന്നിട്ട് നമ്മൾ ടൈം ലേറ്റ് ആയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, പ്രയോറിറ്റി എടുക്കാൻ പറഞ്ഞിട്ട് വേറെ സ്ഥലത്തോട്ട് വിടും. കാരണം അവർക്ക് വേറെ ചാൻസ് ഇല്ല. കാരണം അവർ റൂൾ അനുസരിച്ച് ചെയ്യുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം ബേസ്ഡായി ചെയ്യുമ്പോൾ അവർക്ക് എന്തില്ല, അങ്ങനെ റെക്കമെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ പിന്നെ മറ്റ് ലൊക്കേഷനിൽ പോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, പ്രയോറിറ്റിയിൽ ചെയ്യേണ്ടി വരും. പ്രയോറിറ്റി ചെയ്യുകയെന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് നമുക്ക് വരുന്നൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1500 രൂപയാണ്. അതിൽ നമുക്ക് ടൈമോ ക്യൂവോ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് കയറി ചെല്ലാൻ പറ്റും. ഓക്കെ, അപ്പം മാക്സിമം ഈ 1500 രൂപ പോവാത്ത രീതിയിൽ നോക്കുക. 500 രൂപയുടെ കാര്യമുള്ളൂ, 1500 നഷ്ടമാവാതെ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇനി അപ്പോയിൻമെൻറ്റ് എന്തെങ്കിലും കാരണത്താൽ ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ആത്താൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റിൻ്റെ ടൈമിൽ ആ ഡേറ്റ് നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ തന്നെ വരുന്നത്. നെക്സ്റ്റ് ടൈം നിങ്ങൾ പോകുന്ന ടൈമിൽ ജസ്റ്റ് അന്ന് അപ്പോയിൻമെൻറ്റ് എടുത്തിരുന്നതിൻ്റെ കോപ്പിയും പ്ലസ് ആദ്യം പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ് കാര്യങ്ങൾ കൈ പിടിക്കുക. സെയിം പ്രയോറിറ്റി എന്നുള്ള ഓപ്ഷനിലായിരിക്കും. നിങ്ങൾ ക്യൂ നിൽക്കേണ്ട വരത്തില്ല, ആവശ്യം കാര്യങ്ങൾ വരത്തില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളും VFSനെ കുറിച്ചുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ആക്കിയിട്ടിടാം. അതിനുള്ള റിപ്ലൈ കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.